ഈ പാട്ടൊക്കെ നമ്മൾ പണ്ട് പാടിയിട്ടുണ്ടല്ലേ, പണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ അന്ന് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ ഫിലിമിൽ അഭിനയിച്ച ആ പെൺകുട്ടി ഉണ്ടല്ലോ, അന്ന് അഞ്ജലി ബേബി ഷാമി, അവളെ ആ കുട്ടിയെ കാണുമ്പോൾ ഭയങ്കര ഒരു നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മുന്നിലൊരു മൂവി അഭിനയിച്ചു, അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. പിന്നെ അടുത്തടുത്ത മൂവി കാണുമ്പോൾ നല്ല നല്ല ടാലൻറ്റ് പേഴ്സൺ ആണെന്ന് തോന്നിപ്പോയി. ബട്ട് ഇപ്പോഴെന്താ ഈ പാട്ട് പാടുന്നതിന് ഗുഡിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ആക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എല്ലാ ഡൂപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് തന്നെ അറിയില്ല, ചിലപ്പോൾ നമ്മൾ തന്നെ ആവാം. ആ അളവിനാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ ഡൂപ്പ് ഗ്യാങ് ലിസ്റ്റ്. നമുക്കേ അറിയുന്നില്ല അത് നമ്മൾ തന്നെ ആണോ, ആയിരിക്കുമോ, ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും. അതായത് സംതിങ് റോങ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ബട്ട് അത് ഞാൻ ഇതുവരെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അതിനൊന്നും സമയമില്ല. ഫസ്റ്റ് ഫിലിം ഇറങ്ങുന്ന ഫിലിം നമ്മൾ കാണും. അതായതും പണ്ടത്തെ ഈ മൂവിയൊക്കെ നമ്മൾ മറന്നുപോയ മൂവികൾ, ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു മൂവിയാണ്. ബിസിയാണ്, നമുക്കിതൊന്നും സമയമില്ല. കുട്ടികളെ പഠിപ്പിക്കുക, എൻ്റെ കാര്യം, നമ്മൾ ഫാമിലി കാര്യം നോക്കുക, എന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. ബട്ട് അതൊന്നും അല്ല. നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ ഒന്നൊന്നും പറഞ്ഞാൽ പബ്ലിക് ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ, പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വലിയ സക്സസ് ലൈഫ് ആയില്ലെങ്കിലും സാധാരണ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊന്നും ചാൻസും അല്ല പല വിധത്തിലും കിട്ടാതെ പോയി എന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ തന്നെയായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഈ ഡൂപ്പുകളുടെ ഒരു ഗ്യാങ് തന്നെ ഫുൾ റൗണ്ട് പിങ്ങുക. ഒരാളെന്നല്ല, എല്ലാം അങ്ങനെയാണ്. അവസാനം ബേബി ഷാമിലി, അയ്യോ ഒറിജിനൽ ഇപ്പോൾ പുറത്തുള്ള ഒറിജിനലൊന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെവിടെ, അവിടെ